ഹായ് ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു സിംപിൾ സ്റ്റോറീസ്. അപ്പോൾ എന്തൊക്കെയുണ്ട് എല്ലാവരും വർത്താനം, എല്ലാവരും സുഖമായിട്ട് നല്ല സന്തോഷമായിട്ട് ഇരിക്കണം വിചാരിച്ചു. അൽഹംദുലില്ലാ നമ്മളും ഇവിടെ സുഖമായിട്ട് പോകണേ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് പറഞ്ഞാൽ ഹോം മെയ്ഡ് ആയിട്ട് ഞാനിവിടെ വീട്ടിൽ ഉണ്ടാക്കാറുള്ള ഒരു മാങ്ങ അച്ചാറിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ എൻ്റെ വരെ ഒന്ന് കാണാൻ ശ്രമിക്കണേ. പുതിയ വീഡിയോസൊക്കെ കാണുകയാണെന്ന് വെച്ചെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കൂടെ തന്നെ കമൻറ്റ് ചെയ്യാനും മറന്നു പോകരുത്. അതുപോലെ തന്നെ ആ ബെല്ലൈക്കൺ അമർത്താൻ പ്രത്യേകം ഞാനൊന്ന് ഓർമ്മപ്പെടുത്തണേ. അങ്ങനെയാണെങ്കിൽ മാത്രം നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസൊക്കെ കറക്റ്റായിട്ട് നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. അപ്പോൾ നമുക്ക് വീഡിയോ ഒന്ന് കണ്ടാലോ. അപ്പോൾ ഇതാ ഞാൻ അച്ചാറിടാൻ വേണ്ടിയിട്ട് സേലമാങ്ങയാണ് എടുത്തിട്ടുള്ളത്. പക്ഷേ സേലമാങ്ങ തന്നെ വേണമെന്നൊന്നും യാതൊരു നിർബന്ധമില്ല. നിങ്ങൾക്ക് ഏത് മാങ്ങയും എടുക്കുക. പുളി കൂടുതലുള്ള മാങ്ങയാണ് എനിക്ക് ഒന്നും കൂടെ എൻ്റെ അഭിപ്രായത്തിൽ അച്ചാറിടാൻ ഒന്നും കൂടെ ടേസ്റ്റ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ ഇഷ്ടത്തിന് എടുക്കുക. വലിയ കഷ്ണം ആയിട്ടാണ് ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത്. ഞാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് വലിയ കഷ്ണം ആക്കിയതാണ്. മക്കൾസാണ് നുറുക്കിയത്. അതുകൊണ്ട് നമുക്ക് കുറച്ച് മാങ്ങയും കൂടെ നഷ്ടം വന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാൻ എടുത്തുള്ളത് 2 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ്. പിന്നെ 4 ടേബിൾ സ്പൂൺ നല്ലെണ്ണയാണ് എടുത്തിട്ടുള്ളത്. ഇതൊക്കെ ഇവിടെ വീട്ടിൽ ഉള്ള ഐറ്റംസ് തന്നെയാണ് കേട്ടോ. മുളക് പൊടി ആയാലും നല്ലെണ്ണ ആയാലും ഒക്കെ. പിന്നെ 2 കഷ്ണം ഇഞ്ചി, ഒരു 4 അല്ലി വെളുത്തുള്ളി, എരിവിനനുസരിച്ച് പച്ചമുളക്, ഒരു നുള്ള് ജീരകം, കുറച്ച് കുരുമുളക് പൊടിയും കൂടെ ചതച്ചെടുത്ത ഒരു കൂട്ടാണ് പിന്നെ ഞാൻ എടുത്തിട്ടുള്ളത്. പക്ഷേ അത് ഞാൻ അറിഞ്ഞിട്ടില്ല കേട്ടോ. ക്യാമറ തന്നെ ഓഫായിട്ടുണ്ടായിരുന്നു. അത് കാരണം എനിക്ക് കാണിക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ നമുക്ക് ഫ്ലെയിം ഓൺ ആക്കിയിട്ട് അച്ചാറിടാൻ തുടങ്ങാം. അപ്പോൾ ഈ ഒരു ചട്ടി കണ്ടിട്ട് ആരും ഞെട്ടണ്ട കേട്ടോ. ഇത് ഒരു 10-20 കൊല്ലമായിട്ടുള്ള ചട്ടിയാണ്. അപ്പോൾ ചില സാധനങ്ങൾ അങ്ങനെയാണല്ലോ അല്ലേ, നമുക്ക് എത്ര ഉപയോഗിച്ചാലും നമുക്ക് അങ്ങോട്ട് ഒഴിവാക്കാൻ തോന്നില്ല. അതുകൊണ്ടാണ് കേട്ടോ. അങ്ങനെ ഫ്ലെയിം ഓൺ ആക്കിയിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ കുറച്ച് മീഡിയത്തിൽ നിന്ന് കുറച്ച് കൂട്ടിയിട്ട് വെക്കുന്നുണ്ട് കേട്ടോ. കാരണം ചട്ടി ഒന്ന് നല്ലോണം ഒന്നും കണ്ട് ഉലർന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ അതൊക്കെ ഇത്തെ വെള്ളമായൊക്കെ പോയിൻ്റെ ശേഷം പിന്നെ ഞാൻ എണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതായത് എള്ളെണ്ണ 4 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. അത് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അത് ഒഴിച്ചു കൊടുത്തതിൻ്റെ ശേഷം ഒരു 1/2 ടീസ്പൂൺ കടുകും 1/4 ടീസ്പൂൺ ഉലുവയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് ചേർത്ത് കൊടുത്ത് ഒന്ന് പൊട്ടി വന്നിട്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഒരു ചേരുവ ചേർത്ത് കൊടുത്തിട്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും, പച്ചമുളക്, ഒരു നുള്ള് ജീരകം, ഒരു നുള്ള് കുരുമുളക്, ഒരു 4 കുരുമുളകൊക്കെ മതിയാവും കേട്ടോ. അതാണ്. അങ്ങനെ അത് ചതച്ചെടുത്ത ഒരു കൂട്ടാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അത് ചേർത്ത് കൊടുത്ത് നല്ലോണം ഒന്ന് വഴറ്റിന് ശേഷം ഫ്ലെയിം താത്തി കൊടുക്കാം, സിമ്മിലാക്കി കൊടുക്കട്ടോ. പിന്നെ അങ്ങനെ ഓവറായിട്ട് കത്തിക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ അതൊന്നിങ്ങനെ വയന്ന് വന്നതിന് ശേഷം പിന്നെ നമുക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് പറഞ്ഞാൽ പൊടികളാണ്. പൊടികൾ ഞാൻ എന്തൊക്കെയാണ്, മുളക് പൊടി മാത്രമല്ല കേട്ടോ, ഒരു നുള്ള് മഞ്ഞപ്പൊടിയും ഒരു നുള്ള് കായപ്പൊടിയും കൂടെ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഞാൻ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഓട്ടോമാറ്റിക്കലി ക്യാമറ ഓഫ് ആവണം. അതുകൊണ്ട് ആ 2 വീഡിയോസിൻ്റെ അടുത്ത് നഷ്ടമായിട്ടുണ്ട്. അങ്ങനെ അതും ചേർത്ത് കൊടുത്ത് സിമ്മിലാക്കുക. നേരത്തെ തന്നെ സിമ്മിലാക്കാൻ പറയുന്നില്ല, സിമ്മിലാക്കിയാൽ മതി. അങ്ങനെ അതൊന്ന് പൊടികളൊന്നും ആ ഒരു പച്ച മണം പോകുന്നത് വരെ മാത്രം ഒന്ന് ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുത്താൽ മതിയാവും. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് മാങ്ങ ഇട്ട് കൊടുക്കണം. മാങ്ങ ഇട്ട് കൊടുത്തിട്ട് നല്ലോണം എല്ലായിടത്തും ഒന്ന് ഇളക്കി മിക്സ് ആക്കിയതിന് ശേഷം നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുക്കാം. ഇനി വെറും 2-3 സാധനങ്ങൾ മാത്രമേ നമുക്ക് ഈ ഒരു അച്ചാറിൽ ചേർത്ത് കൊടുക്കാനുള്ളൂ കേട്ടോ. അപ്പോൾ നമുക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാനുണ്ട്. അപ്പോൾ ഞാൻ ഇവിടെ കുറച്ച് കല്ലുപ്പാണ് എടുത്തിട്ടുള്ളത്. ഞാൻ കല്ലുപ്പാണ് യൂസ് ചെയ്യാറുള്ളത്. അതുകൊണ്ട് അച്ചാറിന് ഞാൻ കല്ലുപ്പ് തന്നെയാണ് എടുക്കാറുള്ളത്. അപ്പോൾ ഉപ്പ് കുറച്ചൊന്ന് മുന്നിട്ട് നിൽക്കണമല്ലോ അച്ചാർ, അതിനനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതിയാവും. പിന്നെ ചേർത്ത് കൊടുക്കാനുള്ളതെന്ന് പറഞ്ഞാൽ ഒരു നുള്ള് പഞ്ചസാര, ഒരു 1/4 ടീസ്പൂണോളം മതിയാവും. അപ്പോൾ ആ ഒരു എരിവും പുളിയും ഉപ്പൊക്കെ ഒന്ന് ബാലൻസ് ചെയ്ത് നിൽക്കാൻ വേണ്ടിയിട്ട് മാത്രം കുറച്ച് പഞ്ചസാര, ഒരു 1/4 ടീസ്പൂൺ അതും ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ മാങ്ങൻ്റെ പുളിക്കനുസരിച്ച് വിനാഗിരി, അതായത് സുർക്ക ചേർത്ത് കൊടുക്കാൻ പറ്റും. അപ്പോൾ അത് നിങ്ങൾ പുളിക്കനുസരിച്ച് ചേർത്ത്, ഞാൻ അപ്പോൾ ഇവിടെ വെറും ഒരു 2-3 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. 4 ടേബിൾ സ്പൂൺ വരെ ചേർത്ത് കൊടുക്കുക. പുളിയുള്ള മാങ്ങയാണെങ്കിൽ കുറച്ചും ചേർത്ത് കൊടുക്കുക, പുളി കുറഞ്ഞ മാങ്ങയാണെങ്കിൽ അതിനനുസരിച്ച് കൂട്ടിയിട്ടും ചേർത്ത് കൊടുക്കുക. പിന്നെ ഈ ഒരു മാങ്ങച്ചാറിൽ നമ്മൾ നേരത്തെ ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് മിസ്സായി പോയി എന്നുള്ള വീട്, അതിൽ നമുക്ക് 2 കറിവേപ്പിലയും കൂടെ ചാച്ചിട്ടാൽ ഒരു വേറൊരു രുചിയാണ് കേട്ടോ. അപ്പോൾ അത് കറിവേപ്പിൻ്റെ ഉള്ളവർ അത് ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്, പക്ഷേ എനിക്കത് കാണിക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ അതും അച്ചാറിനൊരു പ്രത്യേക രുചിയാണ്. അപ്പോൾ ഇവിടെ അച്ചാർ പെട്ടെന്ന് തീരുട്ടാ. അതിവിടെ ഇതിൻ്റെ ഈ ഒരു ഉണ്ടാക്കുന്നതിൻ്റെ ആ മണം ഇവിടെ ആകെ ഇങ്ങനെ ചളം കെട്ടി നിൽക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു മണം കൊണ്ട് അകത്തുള്ളവരൊക്കെ പുറത്ത് ചാടിയിട്ട് ഓരോരോ കഷ്ണങ്ങൾ ഇങ്ങനെ എടുത്തിട്ട് കഴിച്ചിട്ട് പോകുന്നുണ്ട്. അപ്പോൾ ഞാനും തന്നെ ഒരു കഷ്ണം കഴിച്ച് നോക്കി. നല്ല അടിപൊളി അച്ചാറാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഇത് അച്ചാർ എടുക്കുമ്പോൾ നമ്മൾ സ്പൂൺ വളരെയധികം ശ്രദ്ധിക്കണം. ഈ നനവുള്ള സ്പൂൺ തൊട്ടിട്ട് അച്ചാർ എടുക്കരുത്. അപ്പോൾ പെട്ടെന്ന് അച്ചാറിൽ പൂപ്പൽ വരും. അപ്പോൾ അത് വളരെയധികം ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ സുർക്ക ഒഴിച്ച് കഴിഞ്ഞാൽ ഒഴിച്ച് കൊടുത്ത പാടന്നെ ഫ്ലെയിം ഓഫ് ആക്കാൻ മറക്കരുത് കേട്ടോ. പിന്നെ മാങ്ങ വീണ്ടും വേവിക്കരുത്. അപ്പോൾ നല്ലോണം ഇളക്കി മിക്സ് ആക്കിയിട്ട് നമുക്ക് ഇറക്കി വെക്കാം. ഞാൻ ലാസ്റ്റ് ഒരു കഷ്ണം കൂടെ കഴിച്ച് നോക്കിയപ്പോൾ സെറ്റാണ് കേട്ടോ. അടിപൊളി ടേസ്റ്റാണ് ഈ ഒരു മാങ്ങ അച്ചാർ. നിങ്ങൾ ഒരിക്കലെങ്കിലും ഒന്നും ഇങ്ങനെ ഉണ്ടാക്കി നോക്കണം കേട്ടോ. അങ്ങനെയാണെങ്കിൽ മാത്രമേ ഇതിൻ്റെ ടേസ്റ്റ് അറിയാൻ പറ്റുള്ളൂ.
വെറുതെ ഒരു ഉപ്പും മുളകും ഇട്ടാൽ തന്നെ മാങ്ങ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇതെല്ലാം കൂടെ ചേർത്തിട്ട് എല്ലാം കൂടെ യോജിച്ച് കഴിക്കുമ്പോഴത്തെ ആ ഒരു ടേസ്റ്റ് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ. അങ്ങനെ തിന്നു പോയവരൊക്കെ വീണ്ടും ഇങ്ങനെ വന്ന് വീണ്ടും കൈയാട്ടുന്നുണ്ട് കേട്ടോ. അപ്പോഴൊക്കെ ഞാൻ കൊടുക്കുന്നുണ്ട് ഒഴിവാക്കാൻ. കാരണം ആ ഒരു എരിവും പുളിയൊക്കെ നമുക്ക് ടേസ്റ്റ് ചെയ്യുമ്പോൾ ഒരു രുചിയാണല്ലോ, നമുക്ക് തന്നെ രുചി. അപ്പോൾ പിന്നെ കുട്ടികൾക്ക് പറയണ്ടല്ലോ. ഇനി ഇവിടെ വെച്ചാൽ ശരിയാവില്ല. ചൂടൊക്കെ പോയി തടുത്തതിന് ശേഷം നമുക്ക് അടച്ച് വെച്ച് രാവിലെ കുപ്പിയിലേക്ക് മാറ്റി കൊടുക്കാം. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഇല്ലെങ്കിലും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ആ ബെല്ലൈക്കൺ അമർത്താനും ഒന്നും മറക്കരുതേ. അപ്പോൾ ഞാൻ വീണ്ടും ഒന്ന് ഓർമ്മിപ്പിക്കുകയാണ്, ബെല്ലൈക്കൺ അമർത്തിയെങ്കിൽ മാത്രമേ ഞാൻ വിടുന്ന വീഡിയോസൊക്കെ കറക്റ്റായിട്ട് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുള്ളൂ. അപ്പോൾ അടുത്ത് നല്ലൊരു ഉഷാർ വീഡിയോ ഇൻഷാ അല്ലാഹ് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. അസ്സലാമു അലൈക്കും.